എന്താ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മറ്റൊന്ന്, ഇദാ കസുറ ഖുതബാഉ മനാബിറുക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും, നിങ്ങളിലെ പണ്ഡിതന്മാരായ ആളുകൾ, പ്രഭാഷകരായ ആളുകൾ ധാരാളമായി വർദ്ധിക്കുക. നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ള ഒരെണ്ണത്തിനും, എല്ലാവരും ഞാൻ പറയുന്നില്ല, അധിക എണ്ണത്തിനും ഈമാന്റെ തരിമ്പ് പോലെ ഇല്ലെന്ന് പറയേണ്ടി വരും. രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ, നാളെ നിങ്ങൾ വടിയാകും. ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് അൻസാരി സുഹരി ഉസ്താദിന്റെ പ്രഭാഷണമാണ്. പ്രഭാഷണത്തിന്റെ ഒരു പോയിന്റ് നമുക്കവിടെ ചിന്തിക്കാനുള്ളത്, ഇവിടെ എന്ത് സംഭവിച്ചാലും ഉസ്താദന്മാർ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. ഈമാനില്ലാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതം. ഇപ്പോൾ ജനങ്ങളെ വഴി തെറ്റിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നൂറെ ഹബീബെ ആറ്റക്കോയ തങ്ങൾ അവിടെ സ്വലാത്തുൽ ഫാത്തിഹ എന്ന മജ്‌ലിസ് ഉണ്ടാക്കി അവിടെ വന്നതായിരിക്കുന്ന ഹൈന്ദവ സഹോദരിമാരോട്, ഹൈന്ദവ അമ്മമാരോട് പറഞ്ഞത്, നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ഓതി ആ തേനിന് ഊതുന്ന സന്ദർഭത്തിൽ അവർ ഗുരുവായൂരപ്പനെ വിളിച്ച് ഊതട്ടെ, അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്നാണ് അവിടെ പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഉണ്ടാക്കുന്ന നെയ്ച്ചോറും അതുപോലെ പോക്കറ്റിലിടുന്ന ആ ക്യാഷും അത് എത്രയാണ് കിട്ടുന്നത് എന്നുള്ള കണക്ക് മാത്രമേ അവർക്ക് വേണ്ടൂ. അവർക്ക് ദീന് വേണ്ട, അവർക്ക് ദുനിയാവാണ് വേണ്ടത്. അതിന്റെ പിറകിലാണ് അവർ പോകുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഈ പറയുന്നവനിക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇവന്റെ ബാക്കിൽ നമ്മൾ പോയാൽ നമ്മൾ രക്ഷപ്പെടുവോ? നമ്മളെ വിശ്വസിച്ച്, നമ്മളൊരു ഉസ്താദന്മാർ എന്ന് വിശ്വസിച്ച് വരുന്ന ജനങ്ങൾ നമ്മൾ അവരെ ഏത് രീതിയിലാണ്, ഏത് വിധത്തിലാണ് ആഖിറം രക്ഷപ്പെടണമല്ലോ. ആ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കുന്ന മിക്കവാറും ആൾക്കാര് ഉസ്താദന്മാരാണ് ദീന് എന്ന് വിശ്വസിച്ച് നടക്കുന്നവരാണ്, തങ്ങന്മാരാണ് ദീന് എന്ന്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ്, അവർക്ക് അറിയില്ല അതിനെപ്പറ്റി, അതിൽ ചിന്തിക്കാൻ അവർക്കറിയില്ല. ആ ചിന്തയെ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇപ്രകാരം ചെയ്യുന്നത് തെറ്റാണെന്നും അവർ പറയാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ആദ്യം ആ ആറ്റക്കോയ തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കാം. അപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി, നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നോട് ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. ഇതാണ് സഹോദരന്മാരെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും അറിവ് എന്നുള്ള ഒരു സംഗതിയില്ല. അദ്ദേഹത്തിന്റെ ബിസിനസിനെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ അറിവുകളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതര മതസ്ഥരെ അവിടെ വരാൻ പറയുന്നതും അവർക്ക് വേണ്ടതായിരിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവരുടെ ദീൻ പറഞ്ഞു കൊടുക്കുന്നതും. ഇത് അദ്ദേഹം ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുണ്ട്, അതിനെ തിരുത്തി എന്ന് പറഞ്ഞ് മാഫു ചോദിച്ചിട്ടുണ്ടെങ്കിലും
അദ്ദേഹത്തിന് അത് തെറ്റായി വന്നതല്ല, അദ്ദേഹം നിരന്തരം ചെയ്യുന്ന ആരാധനയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഏതാണെങ്കിൽ നമുക്ക് ഒരാളുടെ ഓർമ്മ വരണമെങ്കിൽ ആ അദ്ദേഹത്തെ പറ്റി നമ്മൾ എല്ലാ ദിവസവും പഠിക്കുകയും അദ്ദേഹത്തിനെ മാത്രം നമ്മൾ അനുസരിക്കുകയും അദ്ദേഹത്തെ മാത്രം നമ്മൾ പിന്തുടരുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരാളെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മ വരണമെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്നവരായിരിക്കണം. അതുപോലെയാണ് ഇദ്ദേഹം ഈ ആറ്റക്കോയ ഗുരുവായൂരപ്പനെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഗുരുവായൂരപ്പനെയും ചാത്തന്മാരെയും വശീകരിച്ചും കൊണ്ട് ഇവർ ചെയ്യുന്ന ഈ കാര്യം മുസ്ലിമീങ്ങൾ, അരമുസ്ലിമീങ്ങൾ, ഒന്നും അറിവില്ലാത്ത പാവങ്ങള്, സ്ത്രീകള് ഇതാണ് സത്യമെന്ന് കരുതി ഇവിടെ പോയാലാണ് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്ന് കരുതി ദുനിയാവിന് വേണ്ടി അവിടെ ചോദിക്കാൻ പോകുന്നു. നീ എവിടെ പോയി ചോദിച്ചാലും എവിടെ പോയി എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദുനിയാവിയായ കാര്യത്തിൽ അള്ളാഹു എല്ലാ സമയത്തും അവരവർക്ക് അർഹതയുള്ളത് അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനിയിപ്പോ RSSകാരാകട്ടെ, ദീനില്ലാത്തവരാകട്ടെ, യുക്തിവാദികളാകട്ടെ, ഏത് മതത്തിൽ യഹൂദികളോ നസാറാക്കളോ ആരാണെങ്കിലും എല്ലാവരും അന്തസ്സോടെ ഇവിടെ ജീവിക്കുന്നതാണ് ഉദാഹരണം. അവർ അള്ളാഹുവിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവർ ദുനിയാവിയായ കാര്യത്തിൽ രക്ഷപ്പെടും. അത് നമ്മളും രക്ഷപ്പെടും. നമുക്ക് ഈ ദീൻ, ഇസ്ലാം ദീൻ പറയുന്നത്, ഇസ്ലാം ദീൻ നമുക്ക് എന്തിനാണ് ഉള്ളത്? ദുനിയാവ് മാത്രം രക്ഷപ്പെടാനുള്ളതല്ല. നമുക്ക് മഹ്ശറയിൽ രക്ഷപ്പെടണം. പരലോകം നമ്മളുടെ യാത്ര ഉണ്ടല്ലോ, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണം. അതിനാണ് ഈ ദീനുള്ളത്, ഈ ദീൻ അനുസരിക്കേണ്ടത്. പരലോകം നിങ്ങൾക്ക് നഷ്ടപ്പെടണമെങ്കിൽ ഇത്തരക്കാരുടെ ബാക്കിൽ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ ഉണ്ടായത്. അദ്ദേഹത്തിന് ഈ ആറ്റക്കോയെ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീ വന്ന്, ഒരു ഉമ്മ വന്ന് പറയുന്ന ആ കാര്യം നമ്മൾ കേൾക്കണം. അവിടെയാണ് പോയിന്റ് ഉള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ഗുരുവായൂരപ്പനെയും അവരെ അങ്ങനെ കണ്ട ആൾക്കാർ അവര് വിളിക്കുന്നതാണെങ്കിൽ ആ ഗുരുവായൂരപ്പനെയും അങ്ങനെയുള്ള ആളെ അവര് വിളിക്കണമെങ്കിൽ, വിളിച്ചിട്ടാണ് അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അവര് നമ്മളെ അടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലും അല്ലെങ്കിൽ ശബരിമലയിലും അവരെ സ്ഥലത്ത് പോയിട്ട് വിളിച്ചാൽ മതിയല്ലോ. നമ്മളെ സദസ്സിൽ വരുന്ന എന്തിനാ? നമ്മളെ ഈ സലാത്തുൽ ഫാത്തിഹയുടെ സദസ്സിൽ വരുന്നത് എന്തിനാ? ഈ സാബിറ താത്ത എന്ന് പറയുന്ന താത്ത ഉണ്ടല്ലോ, ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആറ്റക്കോയെ ഫോളോ ചെയ്ത് ഒരുപാട് സ്ത്രീകളെ അവിടെ വരുത്തിയ ആളുമാണ് ഈ സ്ത്രീ. ഈ സ്ത്രീ ഒരുപാട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മെച്ചം കാണാം. അപ്പോൾ ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ ഉമ്മ പറഞ്ഞത് നല്ല ഒരു സന്ദർഭോചിതമായിരിക്കുന്ന നല്ല ഒരു കാര്യമാണ്. അവിടെ ഗുരുവായൂരപ്പനെ ആരാധിക്കാനും ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞ് ഊതാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വലാത്തിന് എന്തിന്റെ അവർ വരണമെന്നാണ് അദ്ദേഹം, ആ സ്ത്രീ, ആ ഉമ്മ ചോദിക്കുന്നത്. അത് വളരെ നല്ല ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ായിരിക്കുന്ന അവസ്ഥ വളരെ മോശത്തിലേക്ക് പോകുന്ന ഈ സ്ത്രീകൾ വിട്ടാൽ ഇദ്ദേഹത്തിന്റെ ഒരു ചാനലും ഉണ്ടാവുകയില്ല. ഈ ആറ്റക്കോയയുടെ സ്ത്രീകൾ ഇദ്ദേഹത്തിന് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, എതിരായി വരണം. നിങ്ങൾക്ക് ഈ ദുനിയാവ് മാത്രമല്ല ഉഖ്റവിയായ ആഖിറം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് പോകുന്നത് നിർത്തണം. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട്, അവിടുന്നാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായി സ്വലാത്ത് പറയുകയും അവന്റെ പറമ്പിൽ പോയാലേ സ്വലാത്ത് പറയൂ, അവിടെ പോയാലേ സ്വലാത്തിന് ഫലമെന്ന് കരുതിയാൽ തെറ്റിപ്പോയി. ഇദ്ദേഹം ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശൈത്താൻമാരെ പിടിച്ചാണ് ഇദ്ദേഹം സ്വലാത്ത് അതിനെ നിലനിർത്തുന്നത്. സ്വലാത്ത് പറയും, അവിടെ ആരാധിക്കുന്നത് അവന്റെ കൽബിൽ ആരാധിക്കുന്നതും അവന്റെ റൂമിൽ എവിടെയെങ്കിലും നോക്കൂ, ഗുരുവായൂരപ്പനെയോ ചാത്തനെയോ ഫോട്ടോ ഉണ്ടാകാം. അതുപോലും നമ്മൾക്ക് സംശയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാവങ്ങളായ അറിവില്ലാത്ത സ്ത്രീകൾ, ഉമ്മമാർ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടിൽ അള്ളാഹുവിനെ ആരാധിക്കാം, അള്ളാഹുവിനോട് ചോദിക്കാം. നിങ്ങൾ വേണമെങ്കിൽ സാമ്പിൾ നോക്കിക്കോ, 2-3 മാസം എവിടെയും പോകാതെ, ഇത്ര കള്ളന്മാരെ ബാക്കിൽ പോകാതെ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചും കൊണ്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ കിട്ടുന്നത്, എത്രയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നത് എന്ന് കണക്കിലെടുത്ത് പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. നൂറെ ഹബീബെ എന്നുള്ള കള്ളൻ വേണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീന് വേണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്തുതിക്കണോ എന്നാണ് നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്. നിങ്ങളുടെ നന്മക്കാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ നമ്മൾ സലഫിയോ മുജാഹിദോ എന്തെങ്കിലും മെമ്പർഷിപ്പ് എടുത്തോ ആരെയോ നന്നാക്കാൻ വേണ്ടിയല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഈ സാബിറദാത്തയെ പോലെ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിക്കോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.